ഇന്ന് രാവിലെ കുറച്ച് ഞണ്ട് കിട്ടി കേട്ടോ. ഇതിപ്പോൾ കിട്ടാൻ വഴിയില്ല കേട്ടോ. ഞണ്ട് ഒരിടത്തും കാണാനില്ല. എനിക്ക് തോന്നുന്നു എല്ലാം എക്സ്പോർട്ടിങ് ചെയ്യുന്നത് കൊണ്ടായിരിക്കും നമുക്ക് കിട്ടാത്തത്. അപ്പോൾ ഇന്ന് ഞാനിത് അതിൻ്റെ കൈയും കാലൊക്കെ ഒടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അത് ക്ലീൻ ചെയ്തെടുക്കണം. അതിൻ്റെ തൊണ്ടൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കണം. പിന്നെ മസാല ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിന് വേണ്ടത് കുറച്ച് വറ്റൽമുളക് പൊടിച്ചത്, കുറച്ച് ജീരകം, വെളുത്തുള്ളി, കുരുമുളക്, പകുതി തക്കാളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു സവാള, കറിവേപ്പില, പച്ചമുളക്, മഞ്ഞൾ, പിന്നെ ഉപ്പ്, എണ്ണ. ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ഈ കറിക്ക് ആവശ്യമുള്ളത്. ഇത് ഞാൻ റോസ്റ്റ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ക്ലീനാക്കിയൊക്കെ ഞണ്ട് നന്നായിട്ട് ക്ലീനൊക്കെ ചെയ്തിട്ട് വരാം. ഞാനൊരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് എണ്ണ അതിലേക്ക് ഒഴിക്കാം. എന്നിട്ട് ഞാൻ നേരത്തെ എടുത്ത് വെച്ചതൊക്കെ ഒന്ന് ഞാൻ ഫ്രൈ ചെയ്തെടുക്കാൻ പോണേണ്. അപ്പോൾ ഞാൻ എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് തക്കാളി ഇടാം. തക്കാളി ഇഞ്ചി ഞാൻ ഇട്ടിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് എൻ്റെ ഒരു പച്ചമണം മാറിക്കഴിയുമ്പോൾ നമുക്ക് മറ്റുള്ള ചേരുവകൾ ഇതിലേക്കിടാം. ഇതിൽ ഞാനിപ്പോൾ കുറച്ച് ഉണക്കമുളകും കൂടി എടുത്തിട്ടുണ്ട്. അത് കാശ്മീരി മുളകാണ്. അതുകൂടാതെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചതെല്ലാം ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ചൂടായി കഴിഞ്ഞ് നമുക്ക് അടുപ്പിൽ നിന്ന് ഇറക്കി വയ്ക്കാം. എന്നിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നല്ല ഗ്രേവി ആയിരിക്കും. ഇപ്പോൾ തന്നെ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ജീരകത്തിൻ്റെയും പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം കൂടി മൂപ്പിക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇത് നന്നായിട്ട് മൂത്തതിന് ശേഷം ഇതൊന്ന് നമുക്ക് ആറാൻ വെക്കണം. ആറാൻ വെച്ചിട്ട് വേണം പിന്നെ ഇത് ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കാനായിട്ട്. എന്നിട്ട് വേണം ബാക്കി മസാലകൾ നേരത്തെ ഞാൻ കാണിച്ചത് മുളക് പൊടിയുണ്ടല്ലോ, അത് മുളക് പൊടിയല്ല, വറ്റൽ മുളക് പൊടിച്ചത്, അത് നമുക്ക് ചേർക്കേണ്ടി വരും. അപ്പോൾ ഈ ഞണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അത് കഴിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ചില ആൾക്കാർക്ക് ഞണ്ട് കഴിക്കുമ്പോൾ അലർജി ഉണ്ടാവുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അത് ശരിയാണോ എന്നറിയില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഏകദേശം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ സ്റ്റവ് ഓഫ് ചെയ്ത് വെക്കാൻ പോകുന്നതാണ്. ഇതിൻ്റെ തൊണ്ടെല്ലാം കളഞ്ഞ് ഞണ്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കാലുണ്ടല്ലോ, വലിയ കാലുകൾ ഞാൻ ജസ്റ്റ് ഒന്ന് കല്ലുകൊണ്ട് ഒന്ന് അടിച്ച് പൊട്ടിച്ച്. കാരണം ഞങ്ങളൊരു ഹോട്ടലിൽ പോയായിരുന്നേ ബാംഗ്ലൂരിൽ. അവിടെ ഒരു വലിയ ഞണ്ടിൻ്റെ കാല് കൊണ്ടൊന്ന് ആർക്കും അത് പല്ലുകൊണ്ട് കടിച്ച് പൊട്ടിക്കാൻ പറ്റുന്നില്ല. പിന്നെ അവരോട് ഞങ്ങൾ പറഞ്ഞപ്പോൾ അവർ തന്നെ പൊട്ടിച്ച് നമുക്ക് കൊണ്ട് തന്നായിരുന്നു. അപ്പോൾ അങ്ങനെ വരാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ചെറിയ കല്ല് വെച്ചിട്ട് അതിൻ്റെ കാലൊക്കെ ഒന്ന് തല്ലി പൊട്ടിച്ച്. ഒരു കാര്യം ഞാൻ പറയാൻ മറന്നു കേട്ടോ. കാരണം വോട്ട് ചെയ്യാനും പോകേണ്ട തിരക്കിലായതുകൊണ്ടാണ് അപ്പോഴേക്കും എന്തിനാണ് ഇപ്പോൾ വീഡിയോ എടുത്തതെന്ന്. കാരണം രാവിലെ തന്നെ ഞണ്ട് ക്ലീൻ ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അതാണ് ഞാനില്ലേ ഉള്ളി നമ്മൾ അരിഞ്ഞ് വെച്ചില്ല, ഉള്ളിയും സവാളയൊക്കെ അതൊന്നിട്ട് അതും കൂടി ഒന്ന് വഴറ്റണം. അത് വഴറ്റാനിട്ട് ഇടാനിട്ടും പറയാനും ഞാൻ മറന്നുപോയി. അപ്പോൾ അതും കൂടി ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ നന്നായിട്ട്. എന്നിട്ട് വേണം എല്ലാം കൂടി അരക്കാനായിട്ട്. അപ്പോൾ നിങ്ങളൊക്കെ വോട്ട് ചെയ്ത് വന്നിട്ടുണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ ഇത് വഴറ്റി ഒന്ന് കറി വെച്ച് കഴിഞ്ഞിട്ട് വോട്ടും ചെയ്തിട്ട് വന്നിട്ട് സമാധാനമായിട്ട് ഭക്ഷണം കഴിക്കാമെന്നൊക്കെ ഓർത്തിരിക്കുന്നതിന്. അപ്പോൾ ഇത് ഒരു ചുവന്ന നിറമാകുന്നവരെ ഒന്ന് നന്നായിട്ട് വഴറ്റണം. ഇത് സവാളയുടെ ഒപ്പം ഞാൻ 2-3 ഉള്ളിയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അത് നേരത്തെ ഞാൻ പറയാനായിട്ട് വിട്ടുപോയി. അപ്പോൾ ഇതൊന്ന് ചുവന്ന നിറമാവുന്നവരെ നേരത്തെ എടുത്തു വെച്ചതെല്ലാം ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് അരച്ചിട്ടൊന്നുമില്ല. ഇനി നമ്മൾ ചട്ടി ഞാൻ വെച്ചിട്ടുണ്ട് സ്റ്റൗവിൽ. അത് ചൂടായി അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുകയാണ്. എണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഈ മസാല അതിലേക്ക് ഇടാം.
ഒന്നുകൂടി നമുക്കൊന്ന് ചൂടാക്കാം. അതിലേക്ക് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന ഞണ്ടും കൂടി ഇടാം. കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കണം ഞണ്ടും കൂടി ഇതിലേക്ക് ഇടാൻ പോകുന്നു. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർക്കാം. കുറച്ച് ഉപ്പ് കൂടി ചേർക്കണം. കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിക്കണം. എങ്കിൽ മാത്രം അത് വെന്ത് കിട്ടുള്ളൂ. നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം വേണം വെള്ളം ഒഴിക്കാനായിട്ട്. അപ്പോൾ ഈ അരപ്പിൽ കിടന്ന് നന്നായിട്ട് ഈ ഞണ്ട് ഒന്ന് മുരിഞ്ഞ് വരുന്നുണ്ട്. ഇങ്ങനെ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി, അപ്പോൾ മസാലയൊക്കെ ശരിക്കും പിടിക്കും അതിനകത്തേക്ക്. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ചിട്ട് ഉപ്പിട്ടിട്ടില്ല ഞാൻ, ഉപ്പും കൂടി ഇട്ടിട്ട് വേവാൻ വെക്കാം കേട്ടോ. ഇതിലേക്ക് ഉപ്പും വെള്ളവും ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേകാനായിട്ട് മൂടി വയ്ക്കാം. നമ്മുടെ ഞണ്ട് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണം. ഞാൻ പലതരത്തിലുണ്ടാക്കാറുണ്ട് ഞണ്ട്. അപ്പോൾ ഇത് ഒരു ടൈപ്പാണ്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നുള്ളത് ഒന്ന് മെൻഷൻ ചെയ്യണേ.